ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൂന്തോട്ടം അടുക്കളയിലാണ് കേട്ടോ. ചെടികളൊക്കെ കൊണ്ടുവന്ന് പരീക്ഷണത്തിന് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടുക്കള. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കുറച്ചൊന്നുമില്ല, അവിടെ ചെടികളൊന്നും ഇപ്പം അധികമല്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അല്ല. ഇത് ഞാൻ ഒരു 2 വർഷമൊക്കെ മുന്നേ ഞങ്ങളെ തറവാട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് റോഡ് സൈഡിൽ ഞങ്ങളെ അമ്മൻ്റെ വീടിൻ്റെ അവിടെ കണ്ട ചെടി വേലിമെന്ന് പൊട്ടിച്ചെടുത്തിട്ട് വന്ന് നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിലിപ്പോഴും കൊമ്പൊന്നും ഉണ്ടായിട്ടില്ല, ആകെ 2 കൊമ്പുണ്ടായിരുന്നുള്ളത്. ഞാനും പൊട്ടിച്ചെടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ വെച്ച ചെടീൻ്റെ വേറൊരു ചെറിയ ചെടിയിട്ട നല്ല കളറ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചത് അങ്ങനെ തട്ടിമറിഞ്ഞു പോയിട്ട് അത് കുറച്ച് നേരത്തേക്ക് പണിയായിട്ടോ. പിന്നെ ഞാനതൊക്കെ തുടച്ചെടുത്ത്. അപ്പോൾ ഈ ചെടീൻ്റെ ഭംഗി കാരണം ഞങ്ങൾ പൊട്ടിച്ച് കൊണ്ടുവന്ന കേട്ടോ. കളറ് അത് എത്ര ആയാലും ആ കളറ് വെയിലടിച്ചാലും മങ്ങുന്നേ ഇല്ല, നല്ലൊരു രസമുള്ള കളറായതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് നടണം. ഈ കറിവേപ്പും തൈ വന്നിട്ട് ഞാൻ ദേവർശാല നട്ടിരുന്ന ചെടീൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയ ചെടി വന്നിട്ട് വീട്ടിൽ തന്നെ അവിടെ കുറേ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് 2 ചെടി ഞാൻ എടുത്തിട്ട് കവറിൽ എടുത്ത് വെക്കാൻ പറഞ്ഞാണ് എനിക്കിവിടെ കൊണ്ടുവന്ന് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വേറെ എന്ത് ചെടി മേലെ കായ് ഉണ്ടാവുന്ന എന്ത് വെച്ചാലും കുരങ്ങ് പൊട്ടിച്ച് പോകുന്നുണ്ട്, അതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പും ചെടിയോ പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും, പച്ചമുളക് തന്നെ എരിവ് കാരണം അത് പൊട്ടിക്കൂല. പപ്പാളിമാരൊക്കെ 2 എണ്ണം പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ, അതുകൊണ്ട് അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കറിവേപ്പാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കറിവേപ്പിൻ ചെടി വെക്കാൻ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കുറേ ആയി അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ പ്രാവശ്യം സ്കൂട്ടിയിട്ട് പോയപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും മീനിൻ്റെ വേസ്റ്റും പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇവിടെയാണ് കുഴിച്ചിടാറ് കേട്ടോ. അതുകൊണ്ട് വേറെ ഒന്നും വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പച്ചക്കറി ഇടുന്ന സമയത്ത് ഈ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളത് മുളച്ചതൊക്കെ 2 അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി പെറുക്കി അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഉണ്ടാവുമോ നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ ബാക്കി ചെടി വന്നിട്ട് ഇവിടെ ഫ്രണ്ട് വശത്ത് നടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ മണ്ണെടുക്കാൻ വേണ്ടി കുഴിയെടുത്തി, ഇന്നലെ അതിൽ തന്നെ വെച്ചു കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെടി നടാന്ന് വെച്ചാൽ പിന്നെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും പറിക്കേണ്ടി വരും. നമ്മുടെ മുൻവശത്ത് ഗേറ്റ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ചിപ്പോൾ നടാനൊക്കെ ഇത്തിരി മടി കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇലക്ക് കുറച്ച് കോലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, പെരിച്ചായി വന്ന് മാന്തണീന് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ നട്ട സമയത്ത് എനിക്കിവിടെ പുതിന ചെടി പിന്നെ ക്ലാസ്സിൽ അന്ന് എടുത്ത് വെച്ചിരുന്നു, വേര് വന്നിട്ട് നടാമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയും ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെയാണ് അത് കൊണ്ടുവന്ന് നടുന്നത്. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് പുതിന നട്ടിരുന്നു, അതൊന്നും മണ്ണൊന്നും ഇങ്ങോട്ട് പൊന്തി വന്നിട്ടില്ല, മഴ അടച്ച് പെയ്തത് കാരണം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വേര് വന്ന് നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇവിടെ പുതിന, മല്ലിച്ചപ്പ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും കുരങ്ങ് വന്നിട്ട് തേങ്ങ പോലും പറിച്ചിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് തെങ്ങും തൈ വാങ്ങി തന്നിരുന്നു കേട്ടോ. അവിടേക്കൊരു തൈ ഇവിടേക്കൊരു തൈ വെക്കാമെന്നും പറഞ്ഞിട്ട് ഒരു തൈന് 400 രൂപയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ആകെ ഇതിൽ 6 സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ. അതിൽ വീടും അടങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ സ്ഥലവും ഉണ്ടാവില്ല. പിന്നെ പോരാത്തിന് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തേങ്ങ കുരങ്ങ് പറിച്ചിടുന്നത് കാരണം ഞാൻ പറഞ്ഞു തെങ്ങ് വേണ്ട, ഇപ്പോൾ സ്ഥലമില്ലാതെ വെച്ച് പിടിപ്പിച്ചിട്ട് പോലും അതിൽ കായ എന്തെങ്കിലും കാലം ഉണ്ടാവുകയാണെങ്കിൽ പോലും അതൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ എന്തിനാ വെറുതെ സ്ഥലം മുടക്കണമെന്ന് പറഞ്ഞിട്ട് തെങ്ങും തൈയും കൊണ്ടുവന്ന് വെച്ചില്ല കേട്ടോ. പിന്നെ വീട്ടിൽ ഇപ്പം തന്നെ വെച്ചു കേട്ടോ. തേങ്ങ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടുന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ, ഇവിടെ സ്ഥലമില്ലാത്തടത്ത് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.